വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ മിക്സിയിൽ ഏതുതരം മോട്ടർ ഉപയോഗിക്കണമെന്നാണ്. അപ്പോൾ അതിന് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ മോട്ടറാണ്. മിക്സി അല്ലെങ്കിൽ ബ്ലെൻഡർ ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് യൂണിവേഴ്സൽ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് ഹൈ സ്പീഡ് ലോ ടോർക്ക് ആപ്ലിക്കേഷൻ ആണ് ഈ മിക്സി എന്ന് പറഞ്ഞത്. ഹൈ സ്പീഡ് വേണം, ലോ ടോർക്ക് വേണം. അപ്പോൾ ആ ഒരു സംഭവങ്ങളിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സൽ മോട്ടർ ശരിക്കും പറഞ്ഞാൽ എ സിക്കും ഡി സിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കോമ്പാക്റ്റും പിന്നെ ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. അതായത് കുറഞ്ഞ വെയിറ്റിൽ കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു സാധനം. പിന്നെ അതുകൂടാതെ ഭയങ്കര 20,000 RPM വരെ ഓടുന്ന സാധനങ്ങളുണ്ട്. അതായത് പെട്ടെന്നുള്ള ആക്സിലേഷനും ഡീസിലേഷനും ഓൺ ഓഫ് മീൻസ് ആക്സിലേറ്റ് ചെയ്യണം, അടിച്ച് സ്പീഡ് കയറണം, പെട്ടെന്ന് കുറയ്ക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് മോട്ടറുകളെ പറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല എ സി മോട്ടറും ഡി സി മോട്ടറും അതൊക്കെ പല വകഭേദങ്ങളുണ്ട്. അത് വിശദമായിട്ട് പഠിക്കേണ്ട സാധനമാണ്. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണെന്ന് മനസ്സിലാക്കുക. ഈ എ സി മോട്ടർ ലോവർ സ്പീഡും ഹൈ ടോർക്കായിരിക്കും. അപ്പോൾ അത് നമുക്ക് വലിയ ഉപകാരം വരില്ല മിക്സി പോലത്തെ ഒരു ആപ്ലിക്കേഷനിൽ. ഡി സി മോട്ടർ മിക്സിയിൽ ഉപയോഗിക്കാം, പക്ഷേ വലിയ സ്പീഡ് റേഞ്ച് കിട്ടില്ല. 3 ഫേസ് എന്തായാലും നമ്മളങ്ങനെ ഉപയോഗിക്കില്ല. 3 ഫേസ് വെച്ച് ചെയ്യേണ്ട ഹൗസ് ഹോൾഡിൽ എന്തായാലും ഉപയോഗിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുകളിൽ മിക്സിക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നമ്മൾ കടുകേറി ചിന്തിച്ച. പക്ഷേ അത്ര ആലോചിക്കേണ്ട. മിക്സി ജനറലായിട്ടുള്ള സാധനം നോക്കിയാൽ മതി. അപ്പോൾ അതിൽ യൂണിവേഴ്സൽ മോട്ടറാണ്. ഫോർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിസിറ്റി വിച്ച് ടൈപ്പ് ഓഫ് റെഗുലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ. അതായത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന സീലിംഗ് ഫാനിൽ ഏതുതരം റെഗുലേറ്ററാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിന് ഉത്തരം കപ്പാസിറ്റർ ടൈപ്പ് എന്നാണ്. അപ്പോൾ സീലിംഗ് ഫാൻസിന് കപ്പാസിറ്റർ ടൈപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഹൈ സ്പീഡുകൾ പിന്നെ സ്മൂത്തായിട്ട് നമുക്ക് സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്തൊരു കളിയാണ്. അതിൻ്റെ കപ്പാസിറ്റർ യൂസ് ചെയ്ത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ളൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സംവിധാനമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ കപ്പാസിറ്റൻസ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റായി വരും. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. പിന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ അത് പഴയ ടൈപ്പ് ഇതിലാണ്. ഭയങ്കര വലിയതായിരിക്കും, അത്ര എഫിഷ്യൻ്റ് അല്ല. ഈ റെസ്റ്റീവ് ടൈപ്പും നമുക്ക് ഭയങ്കര എനർജി വേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇലക്ട്രോണിക് ടൈപ്പ് ഓക്കെയാണ്, അത് യൂസ് ചെയ്യും. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരുന്ന കപ്പാസിറ്റർ ടൈപ്പാണ്. അപ്പോൾ കപ്പാസിറ്റർ ടൈപ്പ് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം. അടുത്തത് ചോദിച്ചേക്കുന്ന ഇൻ 3 ഫേസ് പവർ മെഷർമെൻറ്റ് യൂസിങ് 2 വാട്ട് മീറ്റർ മെത്തേഡ് ബോത്ത് വാട്ട് മീറ്റർ റീഡിങ്സ് ആർ പോസിറ്റീവ് ആൻഡ് ഈക്വൽ. ദിസ് ഷോസ് ദാറ്റ്. അപ്പം നമുക്ക് ഈ പവർ മെഷർമെൻറ്റ് യൂസ് ചെയ്യാൻ പല മെത്തേഡുണ്ട്. 2 വാട്ട് മീറ്റർ, 3 വാട്ട് മീറ്റർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് 2 വാട്ട് മീറ്റർ മാർഗ്ഗം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 2 വാട്ട് മീറ്റർ റീഡിങ്ങിൽ ഒരേ റീഡിങ് വരുവാണെങ്കിൽ അത് ഈക്വലാണ്, അത് പോസിറ്റീവാണ്. അങ്ങനെ വരുവാണെങ്കിൽ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള 3-4 കണ്ടീഷനുകളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. ചോദ്യങ്ങൾ ആ രീതിക്കും വരാം. ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിക്കുന്നത് 3 ഫേസ് 3 വയറായിരിക്കും, ന്യൂട്രൽ ഇല്ലാത്ത ഒരു ഇതിലാണ് യൂസ് ചെയ്യുന്നത്. 2 ഫേസിലും ഇത് കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു സംവിധാനമാണ് അതിന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാട്ട് മീറ്ററിനെ വാട്ട് മീറ്റർ 1 W1 മറ്റേ W2 എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് 3 ഫേസ് ഉണ്ടല്ലോ, 1, 2 and 3, 3 ഫേസ് അല്ലെങ്കിൽ RYB വാട്ടവർ. അപ്പോൾ വാട്ട് മീറ്റർ 1 ഒന്നാമത്തെ രണ്ടാമത്തെ ഫേസ്, രണ്ടാമത്തെ ഫേസ് മീറ്ററിലാണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ രണ്ടാമത്തേലും വാട്ട് മീറ്റർ 1ഉം വാട്ട് മീറ്റർ 2 മൂന്നാമത്തെ രണ്ടാമത്തേലും കണക്ട് ചെയ്യും. അപ്പോൾ 2 ഇതിൽ കോമൺ ആണ്. അപ്പോൾ ഇതിൽ പല റീഡിങ്സ് വരാൻ സാധ്യതയുണ്ട്. രണ്ടും പോസിറ്റീവായിട്ട് വരുന്ന കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ലോഡാണെന്ന് നോക്കാം. ഇൻഡക്റ്റീവ് ലോഡിലാണ്, മോട്ടോർ, ട്രാൻസ്ഫോമർ മുതലായ സാധനങ്ങളിലാണ് അത് പോസിറ്റീവായിട്ട് തന്നെ. അതായത് രണ്ടും കൂടി ആഡപ്പ് ആവും, വാട്ട് മീറ്റർ ആഡപ്പ് ആവും. അതാണ് അത് മനസ്സിലാക്കി വയ്ക്കുക. W1 + W2 ആണ് നമ്മുടെ ടോട്ടൽ പവർ എന്ന് വരുന്നത്. ഇൻഡക്റ്റീവ് ലോഡിൽ വാട്ട് മീറ്റർ പോസിറ്റീവായിട്ട് റീഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ സെപ്പറേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ടോട്ടൽ പവർ കൺസംഷൻ കിട്ടും. പിന്നെ പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഫോർമുലയും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. കോസ് ഓഫ് tan ഇൻവേഴ്സ്
√3 × W1 - W2/W1 + W2. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പവർ ഫാക്ടറും കൂടി ചോദിച്ചിട്ടുണ്ട്, സപ്പോസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരം മനസ്സിലാക്കി വെക്കണം. അതെന്തായാലും കാൽക്കുലേറ്ററിലാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആ സൂത്രമൊക്കെ ആ ഫോമിലൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് വേറൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ വാട്ട് മീറ്ററിൻ്റെ റീഡിങ് ആഡും ചെയ്യും സബ്ട്രാക്റ്റും ചെയ്യും. W1 - W2 W1 + W2 എടുക്കും. എന്നിട്ട് അതിൻ്റെ ഒരു റേഷ്യോ എടുക്കും. അതായത് രണ്ടും ഹരിക്കും. W1 - W2 ആദ്യം ചെയ്യും, അത് രണ്ടിൻ്റെ ഡിഫറൻസ്, അത് ഹരണം രണ്ടിൻ്റെ ആഡ് ചെയ്ത വാല്യൂ, എന്നിട്ട് അതുകൊണ്ട് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മുടെ കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതെടുത്തിട്ട് ടാൻ ഇൻവേഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കോസ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അത് ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ ഫോമുല ഓർത്ത് വെച്ചാൽ ചില കേസുകളിൽ നമുക്ക് ഉപകരിക്കും. പിന്നെ വൺ വാട്ട് മീറ്റർ നെഗറ്റീവായിട്ട് റീഡ് ചെയ്യുന്ന അവസ്ഥ, ഒരെണ്ണം പോസിറ്റീവ് മറ്റേ നെഗറ്റീവായി വരുന്നത് കപ്പാസിറ്റീവ് ലോഡിലാണ്. രണ്ടും പോസിറ്റീവാണെങ്കിൽ ഇൻഡക്റ്റീവ്, ഒരെണ്ണം നെഗറ്റീവാണെങ്കിൽ കപ്പാസിറ്റീവ്. അപ്പോൾ ഇതിൽ ടോട്ടൽ പവർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നെഗറ്റീവ് റീഡിങ്, അതായത് ഇപ്പോൾ W1 - W2 എന്നോ W2 - W1 എങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആയിരിക്കും. ആൻസർ അയക്കുന്നത് ഇൻ ദ സെൻസ് നമ്മൾ സത്യം പറഞ്ഞത് രണ്ടും ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ W1 - W2 W1 - W1 രണ്ടും കൂടി ഹരിച്ച മീൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ റീഡിങ്ങിൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അത് വിശദമായിട്ട് ഏതെങ്കിലും കാൽക്കുലേഷനിൽ കാണിക്കാം നമുക്ക്. അതിലും പവർ ഫാക്ടറിൻ്റെ ഒരു ഫോമുല ഇത് തന്നെയാണ്, നേരത്തെ കണ്ട അതേ ഫോമുലയാണ് ചെയ്യുന്നത്. ഇനി 2 വാട്ട് മീറ്റർ 0 റീഡ് ചെയ്താലോ, ഒന്നുമില്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ അടുത്ത് പറയുന്നത്. 1 വാട്ട് മീറ്റർ റീഡ് 0 ആണെങ്കിൽ അൺബാലൻസ്ഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ഫേസ് ഇല്ല, സിംഗിൾ ഫേസ് ഫോൾട്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് 4 റീഡിങ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ഫേസ് മെഷർമെൻറ്റിന് 2 വാട്ട് മീറ്റർ ഉപയോഗിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോഡാന്നുള്ള അസംഷനാണ്. 3 ഫേസിലും ഫേസ് 1, 2, 3 അല്ലെങ്കിൽ RYBയിലും ഒരേ രീതിയിലുള്ള ലോഡാന്നുള്ള ഇതിലാണ് വരുന്നത്. അപ്പോൾ അൺബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാൽക്കുലേഷനൊക്കെ ചെയ്താലാണ് ഇത് വ്യക്തമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്തായിരുന്നു എന്നൊന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഫോമുല മനസ്സിലാക്കി വെക്കുന്നതിൻ്റെ ഉപകാരം ഇവിടെയാണ് കിട്ടുന്നത്. ബോത്ത് വാട്ട് മീറ്റർ റീഡിങ് പോസിറ്റീവും ഈക്വലും ആയിക്കഴിഞ്ഞാൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ യൂണിറ്റിയാണ്, ലോഡ് യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലോഡ് പ്യൂർലി റെസിസ്റ്റീവ് ആണെന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട്. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ രണ്ടും കൂടി പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, W1 + W2 രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ആംഗിൾ 0 ഡിഗ്രി വരും, അതായത് പവർ ഫാക്ടർ 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പവർ ഫാക്ടറിൻ്റെ ആ ഒരു ആംഗിളിൻ്റെ ഒരു ടേംസിലും കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. മറ്റേ നേരത്തെ പറഞ്ഞ ഫോമുല അനുസരിച്ച് നമ്മൾ കണ്ടല്ലോ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞ കോസ് ഓഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇതിൽ W1 W2 ഈക്വലും പോസിറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, W1 - W2 0 പോകും. അപ്പോൾ നമുക്ക് കോസ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതായത് കോസ് 0 എന്ന് പറയുന്ന 1 വരുന്നത്, അതാണ് പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടർ 1 ആയി വരുമ്പോൾ ആണ് ഈ ഒരു അവസ്ഥ സംജാതമാകുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ എ തന്നെ ലോക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത്, ദ ലോഡ് ഈസ് പ്യൂർലി റെസിസ്റ്റീവ് എന്ന് പറഞ്ഞാൽ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ സിംഗ്ലസ് മോട്ടർ. താഴെ പറയുന്ന വിഷയങ്ങളിൽ ഏതാണ് സിംഗ്ലസ് മോട്ടറിന് ബാധകമല്ലാത്തതെന്നുള്ള ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സിംഗ്ലസ് മോട്ടറിനെ പറ്റി ഒന്ന് ബേസിക് ഒന്ന് നോക്കാം. സിംഗ്ലസ് മോട്ടർ എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൺ ആവുന്ന ഒരു AC മോട്ടറാണ്. അതിൻ്റെ സപ്ലൈ കറണ്ടിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് സിങ്ക് ചെയ്ത് വെച്ചേക്കുക, അതേ ഫ്രീക്വൻസിയുടെ സ്പീഡിൽ തന്നെ പോകാനുള്ള രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. റൺ സെറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. സിംഗ്ലസ് മോട്ടർ ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫിക്സഡ് സ്പീഡിലായിരിക്കും. അത് അതിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ കറണ്ടിന് കൊടുക്കുന്ന ഫ്രീക്വൻസിയും പിന്നെ മോട്ടറിൻ്റെ പോളുകളുടെ എണ്ണത്തിനെയും ആശ്രയിച്ചിരിക്കും. സ്റ്റാർട്ടിംഗ് ടോർക്ക് വലിയ ഹൈ ഒന്നുമല്ല, ലോ സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ആക്ച്വലി. പിന്നെ അഡീഷണൽ മെക്കാനിസമൊക്കെ കൊടുത്തിട്ട് വേണം മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിനും ഉപയോഗിക്കപ്പെടാം, ഇത് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, എക്സ്റ്റേണൽ മെക്കാനിസം വേണ്ടി വരും. പിന്നെ ഇതുകൂടാതെ ഹൈ എഫിഷ്യൻസി, ഹൈ പവർ ഫാക്ടർ ഉണ്ട്, ലോ വൈബ്രേഷൻ ആണ്, ഹൈ റിലയബിലിറ്റി ആണ്, ലീഡിങ്ങും ലാഗിങ്ങിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ സാധാരണ കോൺസ്റ്റൻറ്റ് സ്പീഡും ഹൈ എഫിഷ്യൻസിയും പവർ ഫാക്ടർ കറക്ഷൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലോ വൈബ്രേഷൻ ആപ്ലിക്കേഷനിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു കൺഫ്യൂസിങ് ആണ്. സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, ടോർക്ക് വെരി ഹൈ അല്ല. ബിയും ഡിയും എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്, അത് ഓക്കെയാണ്. പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ ഒരു ചെറിയ കൺഫ്യൂസിങ് ആണ്. നമ്മൾ റൺ സെറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് അറ്റ് ഓൾ ലോഡ്സ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാം, ഈ സിങ്ക്രണസ് മോട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിനെ തിരിച്ച് കണ്ടൻസർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, അതായത് അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തിരിച്ച് പവർ വരുന്നത്, അതായത് ജനറേറ്റർ പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് ആണ് അത് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഓപ്ഷനെ നമുക്ക് തള്ളിക്കളയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൺ സെറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് അറ്റ് ഓൾ ലോഡ്സ് എന്നുള്ള, അല്ലെങ്കിൽ എല്ലാ ലോഡുകളും ഒരേ സ്പീഡിൽ ഓടുന്നു എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ ലോക്ക് ചെയ്യാം.